ഹരിച്ചേട്ടാ നമസ്കാരം. നമസ്തേ. ഹരിച്ചേട്ടാ, താര കുടുംബത്തിൽപ്പെട്ടവരാണ് അല്ലെങ്കിൽ താര ദമ്പതികളാണ് സെയ്ഫ് അലി ഖാനും കരീന കപൂറും. ഇപ്പോൾ അദ്ദേഹത്തിന് നേരെ ഒരു ആക്രമണം ഉണ്ടായിരിക്കുകയാണ്. അത് ബോളിവുഡിനെ ആകെ ഞെട്ടിച്ചിരിക്കുന്നു. പക്ഷേ ആ ആക്രമണത്തിന് പിന്നിൽ അല്ലെങ്കിൽ ആ സംഭവത്തിൽ ചില ദുരൂഹതകൾ നിലനിൽക്കുന്നുണ്ട്. എന്താണ് അതിൻ്റെ വിശദാംശങ്ങളൊന്ന് പറയാമോ? പ്രശാന്ത് പറഞ്ഞത് വളരെ ശരിയാണ്. അതായത് ബോളിവുഡിനെ മാത്രമല്ല, ഇന്ന് ബോംബെയെ മുഴുവൻ ഞെട്ടിച്ചിരിക്കുകയാണ് സെയ്ഫ് അലി ഖാൻ, കരീന കപൂർ ദമ്പതികളുടെ കുടുംബത്തിൽ വെച്ച് നടന്ന ഒരു അത്യാഹിതം. അതായത് സെയ്ഫ് അലി ഖാന് നേരെ നടന്ന ആക്രമണം ശരിക്കും മഹാരാഷ്ട്രയെ തന്നെ ഞെട്ടിച്ചിരിക്കുകയാണ്. ഇത് രാഷ്ട്രീയമായിട്ട് തന്നെ വലിയ പ്രതിഷേധങ്ങൾ ഉയർന്നിട്ടുണ്ട്. മഹാരാഷ്ട്രയുടെ ക്രമസമാധാന നിലം തകർന്നു എന്നൊരു ആക്ഷേപം വന്നിട്ടുണ്ട്. പക്ഷെ അതിനൊക്കെ ഉപരിയായിട്ട് അതിൽ ചില കാര്യങ്ങൾ, ഒരുപാട് ദുരൂഹതകളുണ്ട്. നമുക്കറിയാം, ബോളിവുഡ് എപ്പോഴും നമ്മുടെയൊക്കെ ദൃഷ്ടിയിൽ നിന്നും വളരെ അകന്ന ഒരു വലിയ മിസ്റ്ററി, അതായത് ഒരു വലിയ പിന്നെ കർട്ടന് പിറകിലാണ് ഹോളിവുഡിന്റെ ചരിത്രവും അതുപോലെ തന്നെ പ്രവർത്തനങ്ങളും. ഈ ആക്രമണം ശരിക്കും കേരളവുമായിട്ട്, ഇത് പറഞ്ഞു വരുമ്പം കേരളവുമായിട്ട് ഒരു ചെറിയ ബന്ധം അതിനുണ്ട്. അതായത് ആ വീട്ടിലെ ഗവർണസ് അല്ലെങ്കിൽ മെയ്ഡ്, നമ്മൾ ജോലിക്കാരി എന്നൊക്കെ പറയുന്ന അതിൽ കുറച്ചുകൂടെ ഉയർന്ന രീതിയിലുള്ള ഒരു തൊഴിലാണ് ഗവർണസ്. കുടുംബത്തിൽ കുട്ടികളെ നോക്കുക എല്ലാം ചെയ്യുന്നു. കാര്യസ്ഥ എന്ന് വേണമെങ്കിൽ പറയാം. ആ കാര്യസ്ഥയായ ഏലിയാമ്മ ഫിലിപ്പ് മലയാളിയാണെന്നും വാർത്തകളുണ്ട്. പേര് കേട്ടിട്ട് മലയാളിയാണെന്ന് തോന്നുന്നു, അവരെ ഫോട്ടോ കണ്ടിട്ട് മലയാളിയാണെന്ന് തോന്നുന്നു. ഇനി നമുക്ക് ഇതിനകത്തിലെ ദുരൂഹത എന്ന് പറയുന്നത്, ശരിക്കും ബോംബെയിലെ കോടീശ്വരന്മാർ താമസിക്കുന്ന ബാന്ദ്ര വെസ്റ്റിലാണ് ഈ സംഭവം നടന്നിരിക്കുന്നത്. അതായത് ഒരു 14 നില കെട്ടിടം. ആ കെട്ടിടത്തിൽ താമസിക്കുന്നത് സിനിമാ നടന്മാർ മാത്രമല്ല, വലിയ വ്യവസായികൾ ഉൾപ്പെടെയുള്ളവരാണ്. കനത്ത സെക്യൂരിറ്റി ഉള്ള ഒരു 14 നില കെട്ടിടം. ആ കെട്ടിടത്തിൽ എനിക്ക് തോന്നുന്നു 12ാം നിലയിലാണ് സെയ്ഫ് അലി ഖാന്റെ ഫ്ലാറ്റ്. അതിന് താഴെ നമ്മൾ ഈ ദുരൂഹതകളെ കുറിച്ച് ആദ്യമേ നമുക്ക് അതിന്റെ കാരണങ്ങൾ നമുക്കൊന്ന് പറയാം. എന്നിട്ട് നമുക്ക് ആ പശ്ചാത്തലത്തിലേക്കും പിന്നെ പൂർണ്ണമായിട്ടും എന്താണ് അതിലെ ദുരൂഹത എന്നുള്ളതൊന്ന് വിശകലനം ചെയ്യുകയും ചെയ്യാം. ആദ്യമായിട്ട് ഉള്ളൊരു വസ്തുത എന്ന് പറയുന്നത്, ശരിക്കും ഈ എങ്ങനെ ഇത്രയും അധികം സെക്യൂരിറ്റി ഉള്ള ഈ കെട്ടിടത്തിൽ എങ്ങനെ ഒരാൾ കടന്നു കയറി എന്നുള്ളത് ഇന്നും പോലീസിന് ദുരൂഹതയാണ്. അതിന് പല രീതിയിൽ അതിന് വിശകലനങ്ങൾ വരുന്നുണ്ട്. പിന്നീട് ഇദ്ദേഹത്തിന് കുത്തേറ്റു. 6 കുത്താണ് അദ്ദേഹത്തിന് ഏറ്റത്. അതിൽ ഒരു കുത്തിൽ അക്രമിയുടെ കയ്യിലുണ്ടായിരുന്ന ഒരു ചെറിയ കത്തി അത് ഒടിഞ്ഞു പോവുകയും ചെയ്തു. അത് അദ്ദേഹത്തിന്റെ നട്ടലിന് പുറകിൽ നിന്ന് ഓപ്പറേഷൻ ചെയ്തെടുക്കുകയായിരുന്നു. അത് അങ്ങനെ ഒരു 6 തവണ അദ്ദേഹത്തിനെ കുത്തിയിരിക്കുന്നു. പിന്നെ ഇതിനകത്തിലുള്ള ഒരു ചോദ്യം, ഈ രക്ഷപ്പെടുന്ന വ്യക്തി ആക്രമണം നടത്തിയതിനു ശേഷം എന്തെങ്കിലും തട്ടിയെടുത്തുകൊണ്ടാണോ പോയത്? പണം 1 കോടി രൂപ ചോദിച്ചിട്ടാണ് അയാൾ ഈ വീടിനുള്ളിൽ പ്രവേശിച്ചതെന്നാണ് പോലീസ് പറയുന്നത്. വാർത്തകളിൽ നിന്നും എഫ്ഐആർ ഉദ്ധരിച്ചുകൊണ്ട് വാർത്താ മാധ്യമങ്ങൾ പറയുന്നു. അപ്പോൾ ഇദ്ദേഹം അവിടെ നിന്നും ഈ മേൽപ്പടിയാൻ പ്രതി രക്ഷപ്പെടുമ്പോൾ അയാൾ അവിടെ നിന്നും പൈസയോ മറ്റ് വിലപിടിപ്പുള്ള സാധനങ്ങളോ കൊണ്ടുപോയിട്ടുണ്ടോ നമുക്ക് അറിഞ്ഞുകൂടാ. ഈ പ്രതി എങ്ങനെ ഇതിനുള്ളിൽ കയറി? അതിനും വ്യക്തമായ ഒരു ഉത്തരം കിട്ടിയിട്ടില്ല. പ്രതിയുടെ ലക്ഷ്യം എന്തായിരുന്നു? ഒരു മോട്ടീവ് എസ്റ്റാബ്ലിഷ് ചെയ്തു കഴിഞ്ഞാലേ ഒരു കുറ്റകൃത്യം കോടതിയിൽ തെളിയിക്കപ്പെടുള്ളൂ. എന്തായിരുന്നു പ്രതിയുടെ മോട്ടീവ് എന്നുള്ളത് കൃത്യമായിട്ട് വ്യക്തമായിട്ടില്ല. ഇതിൽ പ്രതി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ? ഈ പറയുന്ന ഒരു വ്യക്തി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ? അതോ ഒന്നിലധികം ആൾക്കാരുണ്ടായിരുന്നു? അതും വ്യക്തമായിട്ടില്ല. അങ്ങനെ നിരവധി ചോദ്യങ്ങൾ. ആദ്യമൊക്കെ മാധ്യമങ്ങളിൽ വന്ന വാർത്ത അനുസരിച്ച് ഈ ഏലിയാമ്മയുടെ സഹായത്തോടുകൂടി ആണോ പ്രതി അകത്ത് കയറിയത് എന്നൊരു സംശയം ആദ്യം മാധ്യമങ്ങൾ പ്രകടിപ്പിച്ചിരുന്നു. പക്ഷെ പിന്നീട് അങ്ങനെയല്ല എന്നുള്ള ഒരു രീതിയിലാണ് കാര്യങ്ങൾ പിന്നെ വന്നത്. ഇപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത്, എഫ്ഐആർ തയ്യാറാക്കിയിരിക്കുന്നത് ഈ വീട്ടിലെ ഗവർണസായ ഏലിയാമ്മയുടെ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് എഫ്ഐആർ ഇട്ടിരിക്കുന്നത്. കാരണം കരീന കപൂർ അവിടെ ഇല്ലായിരുന്നു ആ ദിവസം. ഇതാണ് ഇതിൻ്റെ ഒരു
പിന്നെ പശ്ചാത്തലം. ഇനി നമുക്ക് ഈ കെട്ടിടത്തിനെ കുറിച്ചൊന്ന് പറയാം. എന്നിട്ട് നമ്മൾ ആദ്യം പറഞ്ഞ ഓരോ സംശയങ്ങളിലേക്കും നമുക്കത് കടന്നു ചെല്ലാം. അപ്പോൾ നമുക്ക് കെട്ടിടത്തിന്റെ ഒരു പശ്ചാത്തലത്തിലേക്ക് വരാം. ആ ഇത് ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ഒരു 14 നില കെട്ടിടം. അതിലെ ഈ 14 നിലകളെന്ന് പറഞ്ഞാൽ ഓരോ നിലയും ഒരു ഫ്ലാറ്റാണ്. ഒരു ഫ്ലോറാണ് കംപ്ലീറ്റ് ഒരു ഫ്ലാറ്റ്. അത് തന്നെ ആ ഒറ്റ ഫ്ലോറായിട്ട് ഒരാൾക്ക് വാങ്ങിക്കാൻ പറ്റില്ല. ഇത് ഡ്യൂപ്ലെക്സ് ഫ്ലാറ്റുകൾ എന്ന് പറയും. ഡ്യൂപ്ലൈ ഫ്ലാറ്റ്. അതായത് 2 നിലകളാണ് ഒരാളുടെ കൈവശം ഇരിക്കുന്നത്. അപ്പോൾ സെയ്ഫ് അലി ഖാൻ 12-ലാണെങ്കിൽ 11-ഓ 13-ഓ അദ്ദേഹത്തിന്റെ ആയിരിക്കും. ആ മനസ്സിലായോ? ആ അപ്പോൾ അതിന് താഴെയുള്ള ഫ്ലാറ്റ് അദ്ദേഹത്തിന്റെ മകന്റെയാണ്. ആദ്യ വിവാഹത്തിൽ അദ്ദേഹത്തിനുണ്ടായ മകന്റെയാണ്, ഇബ്രാഹിം എന്ന് പറയുന്ന. അപ്പം അയാളുടെയാണ് അതിന്റെ താഴത്തെ ഫ്ലാറ്റ്. അതുകൊണ്ടാണ് മലയാള മാധ്യമങ്ങളിൽ പലതും ഇത് 4 ഫ്ലോറുള്ള ഫ്ലാറ്റ് ആണെന്നുള്ള രീതിയിൽ വന്നിരിക്കുന്നത്. യഥാർത്ഥത്തിൽ അതിന്റെ 2 ഫ്ലോറാണ്. പക്ഷെ താഴത്തെ ഫ്ലാറ്റും ഇദ്ദേഹത്തിന്റെ കൈവശമാണ്. അദ്ദേഹത്തിന്റെ ആദ്യ ഭാര്യയിലെ മകനാണ് അവിടെ താമസിക്കുന്നത്. മുകളത്തെ ഫ്ലാറ്റിൽ സെയ്ഫ് അലി ഖാൻ, അദ്ദേഹത്തിന്റെ ഭാര്യ കരീന കപൂർ, അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ 2 മക്കൾ തൈമൂർ, ജഹാംഗീർ, പിന്നെ അദ്ദേഹത്തിന്റെ വീട്ടിലെ ജോലി ചെയ്യുന്ന ആൾക്കാര്, അതായത് ഏലിയാമ്മ ഫിലിപ്പ്, അതുപോലെ ഫിലിപ്പ്. മറ്റൊരു സ്ത്രീയുണ്ട്. അതുകൂടാതെ 2 പുരുഷന്മാരും ഉണ്ടെന്നാണ് വാർത്തകളിൽ നിന്ന് മനസ്സിലാകുന്നത്. ഉവ്വ്. അപ്പോൾ ഇതാണ് ആ ഫ്ലാറ്റിന്റെ ഒരു പശ്ചാത്തലം. ഇവിടേക്ക് കയറണമെങ്കിൽ യഥാർത്ഥത്തിൽ വലിയ സെക്യൂരിറ്റി ക്ലിയറൻസ് ഉണ്ട്. ഈ സെക്യൂരിറ്റി ക്ലിയറൻസ് മറികടന്ന് ആണ് ഈ വ്യക്തി, ഈ ഈ കള്ളൻ അല്ലെങ്കിൽ ഈ കൊലപാതകി പ്രതി. ആരെങ്കിലും ആയിക്കോട്ടെ, പ്രതി അവിടെ കയറിയത്. അയാൾ അവിടേക്ക് എത്തിയത് അടുത്ത വീട്ടിലെ മതിലിൽ നിന്നും ചാഞ്ഞു കിടക്കുന്ന ഒരു മരമുണ്ട്. ആ മരത്തിലൂടെ ആയിരിക്കണമെന്നാണ് ഹിന്ദി ക്രൈം ചാനലുകൾ പലരും ഫോട്ടോ കാണിച്ചുകൊണ്ട് പറയുന്നത്. പിന്നീട് ഇയാൾ ഇയാൾ അകത്ത് കയറുമ്പോഴും ഇവിടെ ഒരുപാട് ചോദ്യങ്ങൾ അവശേഷിക്കുന്നുണ്ട്. കാരണം ഇയാൾ എങ്ങനെ ഈ സെയ്ഫ് അലി ഖാന്റെ ഫ്ലാറ്റിനുള്ളിൽ കയറി? അതൊരു വലിയ ചോദ്യമാണ്. കാരണം അവിടെ ബലം പ്രയോഗിച്ച് വാതിൽ തകർത്തതായിട്ട് കാണുന്നില്ല. അപ്പോൾ ഈ വീട്ടിലെ ആരോ വാതിൽ തുറന്നു കൊടുത്തു എന്നാണല്ലോ അതിന്റെ ഒരു അർത്ഥം. അങ്ങനെയെങ്കിൽ ഈ വീട്ടിൽ ജോലി ചെയ്യുന്ന ആൾക്കാരായിരിക്കുമല്ലോ, അല്ലാതെ സെയ്ഫ് അലി ഖാൻ തുറന്നു കൊടുക്കില്ലല്ലോ. അപ്പോൾ അതെ. അതാരായിരിക്കണം? ഇതൊരു ചോദ്യമാണ്. പക്ഷെ പോലീസ് ഇതിന് വേറൊരു ആംഗിളും പറയുന്നുണ്ട്. അതായത് വലിയ കൗശലക്കാരനായ ഒരു കള്ളനെ അയാൾക്ക് ഏത് പൂട്ടും തുറക്കാൻ പറ്റും. പൂട്ടൊന്നും സാധാരണ വലിയ കൗശലക്കാരായ കള്ളന്മാർക്ക് ഒരു പ്രശ്നമല്ല. അവർക്ക് അതിനുള്ള വിദ്യകളൊക്കെ ഉണ്ട്. അങ്ങനെ അയാൾ കയറിയതായിരിക്കാം. ഒരുപക്ഷെ ജീവനക്കാരെ സംശയിക്കുന്നതിൽ അർത്ഥമില്ലായിരിക്കും. അതൊന്നാമത്തേത്. ആ ഇനി നമുക്ക് അന്നേ ദിവസം ആ വീട്ടിലെ ഉണ്ടായിരുന്ന ആൾക്കാരെ കുറിച്ചൊന്ന് നോക്കാം. സെയ്ഫ് അലി ഖാന്റെ ഭാര്യയായ കരീന കപൂർ അന്ന് ഈ കുറ്റകൃത്യം നടക്കുമ്പോൾ അവിടെ ഇല്ലായിരുന്നു. അവരുടെ സഹോദരി, അതായത് കരിഷ്മ കപൂർ, അതുപോലെ അർജുൻ കപൂർ, കപൂർ കുടുംബം, അതുപോലെ ചില സുഹൃത്തുക്കൾ, ഇവരെല്ലാം കൂടെ ചേർന്നിട്ട് പുറത്തൊരു പാർട്ടിയിലായിരുന്നു. സെയ്ഫ് അലി ഖാൻ അന്ന് പോയിട്ടില്ല ആ പാർട്ടിക്ക്. അപ്പോൾ കരീന കപൂർ അന്ന് വീട്ടിലില്ല. ഈ കുറ്റകൃത്യം നടക്കുന്നത് ഏതാണ്ട് 2 മണിക്കും 2:30ക്കും ഇടയ്ക്കാണ്. 2:15 എന്ന് വേണമെങ്കിൽ നമുക്ക് ഊഹിക്കാം. ആ ഈ കുറ്റകൃത്യം പിന്നെ സംഭവിക്കുന്ന പശ്ചാത്തലം എന്ന് പറയുന്നത്, ഏലിയാമ്മ പിന്നെ കുട്ടിയായ ജഹാംഗീറിനൊപ്പമാണ് കിടക്കുന്നത്. അതേ റൂമിലാണ്. അവർ പെട്ടെന്ന് രാത്രി ഒരു 2 മണി കഴിയുമ്പോൾ അവർക്ക് ബാത്റൂമിൽ ലൈറ്റ് കിടക്കുന്നതായിട്ട് അവർക്ക് തോന്നും ആ ആ. എന്നാണ് അവർ കൊടുത്തിരിക്കുന്ന മൊഴി. ബാത്റൂമിൽ ലൈറ്റ് ഉവ്വ്. ലൈറ്റ് ഓൺ ആയിരിക്കുന്നു. അപ്പോൾ അവർ പെട്ടെന്ന് പിന്നെ അവിടേക്ക് ശ്രദ്ധിക്കുന്നു. അപ്പോൾ ആ വാതില് ചാരിയിട്ടേ ഉള്ളൂ. പെട്ടെന്ന് അവർ പരിഭ്രാന്തയായി അവർ എഴുന്നേൽക്കുന്നു. എഴുന്നേറ്റ് വാതിലിന് നേരെ നടക്കുമ്പോൾ ഒരാൾ പുറത്തേക്ക് വന്നു. അയാളുടെ ഒരു കയ്യിൽ ചെറിയൊരു കത്തിയുണ്ട്. അതായത് ഒരു 3 ഇഞ്ച് നീളമുള്ള ഒരു ബ്ലേഡ്, 3-3.5 ഇഞ്ച് നീളമുള്ള ബ്ലേഡുള്ള ഒരു പിടിയുമുള്ള ഒരു കത്തി, ചെറിയ കത്തി. മറുകൈയിൽ ഒരു ഹാക്സോ ബ്ലേഡുമാണ്. ഇതാണ് മാധ്യമങ്ങൾ മൊഴി ഉദ്ധരിച്ചുകൊണ്ട്, FIR ഉദ്ധരിച്ചുകൊണ്ട് പറയുന്നത്. അപ്പോൾ ഇവർ പരിഭ്രാന്തയായ ഏലിയാമ്മ ബഹളം ഉണ്ടാക്കുന്നു, നിലവിളിക്കുന്നു. ഇയാളുമായിട്ട് വാക്കേറ്റത്തിൽ ഏർപ്പെടുമ്പോൾ അയാൾ കുട്ടിയെടുക്കാൻ വരികയാണോ എന്ന് അവർ സംശയിക്കും. അപ്പോൾ ഈ ബഹളവും ഇവരുടെ ഒച്ചയും കേട്ടിട്ട്, ഇവരുടെ കരച്ചിലും കേട്ടിട്ടാണ് സെയ്ഫ് അലി ഖാൻ അയാളുടെ റൂമിൽ നിന്നും വരുന്നത്. പക്ഷെ അവിടെ ഒരു ചോദ്യമുണ്ട്. അത് ഇതുവരെ കൃത്യമായിട്ട് മാധ്യമങ്ങളിലൊന്നും വിശദീകരണം ഉണ്ടായിട്ടില്ല. അതായത് ഈ ജഹാംഗീർ എന്ന കുട്ടിയും ഏലിയാമ്മയും കിടന്നിരുന്ന മുറിയുടെ വാതിൽ അടച്ചിട്ടുണ്ടായിരുന്നില്ലായിരിക്കണം. അറ്റാച്ച്ഡ് ബാത്റൂം ആയിരിക്കണം.
അപ്പം ഇവർ കിടന്ന മുറിയുടെ വാതിൽ അടച്ചിട്ടില്ലായിരിക്കണം. അതുകൊണ്ടാണല്ലോ ആ ബാത്റൂമിൽ ഒരാൾക്ക് കയറാൻ പറ്റിയത്. അവിടെയും വാതിൽ തകർത്തിട്ടില്ല. മാത്രവുമല്ല, ഏലിയാമ്മ പറയുന്നുണ്ട്, ഞാൻ ആദ്യം ശബ്ദം കേട്ടപ്പം വിചാരിച്ചു കരീന പാർട്ടി കഴിഞ്ഞ് തിരിച്ചു വന്നതായിരിക്കും. തിരിച്ചു വന്നിട്ട് മകൻ കിടക്കുകയാണല്ലോ, മകനെ ഒന്ന് നോക്കിയിട്ട് ഭർത്താവിൻ്റെ അടുത്തേക്ക് പോകാം എന്ന് കരുതി ഈ റൂമിലേക്ക് വന്നതായിരിക്കും എന്നാണ് അവരാദ്യം പറയുന്നത്. അപ്പോൾ ആ സംശയം നമുക്ക് അവിടെ അവശേഷിക്കുകയാണ്. കൃത്യമായിട്ട് അതിന് മറുപടിയില്ല. അപ്പോൾ എങ്ങനെയാണ് ഇയാൾ ഈ ജഹാംഗീറിന്റെ മുറിയിൽ കയറിയത്? അപ്പോൾ പെട്ടെന്ന് സെയ്ഫ് അലി ഖാൻ വരുന്നു, ഇയാളുമായിട്ട് വാക്കേറ്റം നടത്തുന്നു. അപ്പോൾ ഇയാള് ഈ പറയുന്ന പ്രതി 1 കോടി രൂപ ആവശ്യപ്പെട്ടു എന്നാണ് പിന്നെ മറിയാമ്മയുടെ മൊഴി, അല്ല ക്ഷമിക്കണം, ഏലിയാമ്മയുടെ മൊഴി. ഏലിയാമ്മ പറയുന്ന അനുസരിച്ച് 1 കോടി രൂപ ഇയാൾ ആവശ്യപ്പെട്ടു. അപ്പോൾ ഇയാൾക്ക് ക്രെഡിറ്റ് കാർഡോ അല്ലെങ്കിൽ മറ്റൊന്നും കൊടുക്കണ്ട, ഇയാൾക്ക് ക്യാഷായിട്ട് തന്നെ വേണം. ആ ക്യാഷ് അവിടെ പിന്നെ ഇല്ല, അല്ലെങ്കിൽ ഈ ക്യാഷ് ഇവിടെ ഉണ്ടെന്ന് അറിഞ്ഞുകൊണ്ടെത്തിയ പ്രതിയായിരിക്കണം. ഈ വീട്ടിൽ പണം സൂക്ഷിച്ചിട്ടുണ്ടെന്നോ മറ്റ് ആഭരണങ്ങളുണ്ടെന്നോ അറിഞ്ഞുകൊണ്ടെത്തിയ വ്യക്തിയായിരിക്കണം. അപ്പോൾ ഇതിലെ ദുരൂഹത എന്ന് പറയുന്നത്, ഇയാൾ തിരിച്ചിറങ്ങി പോകുന്നത് സ്റ്റെപ്പ് വഴിയാണ്. ആ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഫയർ എസ്കേപ്പ് ആണ്. അതായത് ഒരു അഗ്നിബാധ ഉണ്ടായാൽ ഈ ഫ്ലാറ്റിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഒരു വഴിയാണ്. അങ്ങനെ ഇറങ്ങി പോകുമ്പോഴുള്ള ഒരു ഫൂട്ടേജ് ആണ്. ചോദിച്ചോളൂ. ഞാൻ ചോദിക്കാൻ വന്നതാണ്, ഇയാൾ കടന്നു വരുന്നതിൻ്റെ എന്തെങ്കിലും CCTV ദൃശ്യങ്ങൾ ലഭിച്ചിട്ടുണ്ടോ? നമുക്ക് അതുകൂടെ ഒന്ന് പറഞ്ഞ് ഈ വിഷയം നമുക്കൊരു പരിസമാപ്തിയിൽ എത്തിക്കാം. ഇല്ല, ഇയാൾ കടന്നു വരുന്നതിന്റെ CCTV ഫൂട്ടേജുകൾ ഒന്നും തന്നെ പോലീസിന് കിട്ടിയിട്ടില്ല. ഇയാൾ എങ്ങനെ കടന്നു വന്നു എന്നുള്ളതിന് ഒരു വ്യക്തമായിട്ടുള്ള തെളിവുമില്ല. പക്ഷെ ഇയാൾ അവിടുന്ന് രക്ഷപ്പെടുന്നത് ഈ ഫയർ എസ്കേപ്പ് റൂട്ട് വഴിയാണ്. പക്ഷെ അവിടെയുള്ള മറ്റൊരു സംശയം, ഇയാളുടെ കൈകൾ സ്റ്റെപ്പുകളുടെ കൈവരിയിൽ പിടിച്ചുകൊണ്ടാണ് ഇയാൾ ഇറങ്ങുന്നത്. ഒരു പരിചയസമ്പന്നനായ കള്ളനും ഒരിക്കലും അത് ചെയ്യാനിടയില്ല. കാരണം എന്ന് വെച്ചാൽ അതോടുകൂടി അയാളുടെ വിരൽപ്പാടുകൾ, ഫിംഗർ പ്രിന്റുകൾ അവിടെ അവശേഷിപ്പിക്കുകയാണ്. ഒന്നാമത്തെ. രണ്ടാമത്തെ വിഷയം എന്ന് പറഞ്ഞാൽ, ഇയാൾ സാധാരണഗതിയിൽ ഇങ്ങനെ ഒരാളെ മുഖംമൂടി ഒരു 50 രൂപ കൊടുത്താൽ ഒരു മുഖംമൂടി കിട്ടുന്നതാണ്. ഒരു സാധാരണ മുഖംമൂടി പോലും ഇയാൾ ധരിച്ചിട്ടില്ല. അപ്പോൾ ഇതില് നമുക്ക് ഒരുപാട് സംശയങ്ങൾ വരുന്നുണ്ട്. എന്തായാലും ഇയാൾ പരിചയസമ്പന്നനായ കള്ളനാവാനിടയില്ല. കാരണം ഒരു കൊച്ചു പിച്ചാത്തിയായിട്ട് വന്നിട്ട് ഒരു വീട്ടിൽ കയറുന്നത് അത്ര ഒരു ബുദ്ധിയാണെന്ന് മാത്രമല്ല, സെയ്ഫ് അലി ഖാനെ പോലെ ഒരാള് വളരെ ആരോഗ്യമുള്ള ഒരു വ്യക്തിയാണ്. അപ്പൊ അദ്ദേഹത്തിന്റെ ഇവർക്കെല്ലാം തോക്കിന് ലൈസൻസ് ഉള്ള ആൾക്കാരാണ്. എന്തുകൊണ്ട് പുള്ളി തോക്കെടുത്തില്ല? അല്ലെങ്കിൽ തോക്കെടുക്കുമെന്ന് പ്രതീക്ഷിക്കണമായിരുന്നു. കാരണം ഇപ്പോൾ സൽമാൻ ഖാന് നേരെ ആക്രമണം നടന്നപ്പോൾ അവിടെ വെടിവെക്കുകയാണ് ചെയ്തത്. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, ഈ വ്യക്തി ഒരുപക്ഷെ അങ്ങനെ ഒരു ഓർഗനൈസ്ഡ് ഗ്യാങ്ങിന്റെ മെമ്പർ ആണ് എന്ന് നമുക്ക് തോന്നുന്നില്ല. പക്ഷെ എന്തായാലും ശരി, അവിടെ നടന്ന പിടിവലിയിൽ ഇയാൾ പെട്ടെന്ന് 4-5 കുത്തുകുത്തി, അതിൽ ഇയാളുടെ കയ്യിലിരുന്ന കത്തി ഒടിഞ്ഞുപോയി. അതോടുകൂടി ഇയാൾ രക്ഷപ്പെടുകയാണ് ചെയ്തത്. ഇതൊരു നമുക്ക് പെട്ടെന്ന് ഒരുപാട് സംശയങ്ങൾ അവശേഷിപ്പിക്കുകയാണ്. കാരണം ഇത്രയും വലിയൊരു കോടീശ്വരന്റെ വീട്ടിൽ വന്നിട്ട് ഇയാൾ 1 കോടി രൂപ ചോദിക്കുമ്പോൾ, ഒരു വലിയ ഗ്യാങ് ആണെങ്കിൽ ഈ 1 കോടി രൂപ കൊണ്ടൊന്നും അവർക്കൊന്നും ആവില്ല. കാരണം വീതം വെച്ചെടുക്കണ്ടേ. മാത്രമല്ല 1200 കോടി രൂപയുടെ ആസ്തിയുള്ള ഒരു വ്യക്തിയാണ് ഇത്. ഇയാളൊരു നവാബ് കുടുംബാംഗവുമാണ്. സെയ്ഫ് അലി ഖാൻ പട്ടോടി എന്ന് പറയുന്ന പഴയ നാട്ടുരാജ്യത്തിന്റെ നവാബായിരുന്ന ആളിന്റെ മകനാണ്. മൻസൂർ അലി ഖാൻ പട്ടോടി എന്നാണ് അദ്ദേഹത്തിന്റെ പിതാവിന്റെ പേര്. ഇന്ത്യൻ ക്രിക്കറ്റ് ടീം ക്യാപ്റ്റനും ഒക്കെ ആയിരുന്നു. അപ്പോ അങ്ങനെ ഒരു വീട്ടിൽ എത്തിയിട്ട് തോക്ക് പോലും ഇല്ലാതെ വരുന്ന ഒരു കള്ളൻ എന്ന് പറയുന്നത് ശരിക്കും നമുക്ക് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുണ്ട്. ഇയാൾക്ക് തീർച്ചയായിട്ടും സംഭവങ്ങളുടെ കിടപ്പ് കണ്ടിട്ട് ഇയാളെ ആരും ഒരുപക്ഷെ നിയോഗിച്ചതായിരിക്കണം. ഒരുപക്ഷെ ഇയാള് ആക്രമണം നടത്താൻ ഉദ്ദേശിച്ചില്ലായിരിക്കണം. ഇയാൾ ശരിക്കും പൈസ വാങ്ങാനാണോ വന്നത്? അതോ ഈ മകനെ തട്ടിയെടുത്ത് ബന്ദിയാക്കിക്കൊണ്ട് പൈസ ചോദിക്കാനായിരുന്നോ? ഇങ്ങനെ ഒരുപാട് ചോദ്യങ്ങളുണ്ട്. എന്തായാലും ശരി, വരുന്ന ദിവസങ്ങളിൽ പോലീസ് ഇതിന് ഒരു കൃത്യമായ മറുപടി നൽകുമെന്ന് പ്രതീക്ഷിക്കാം. കാരണം വ്യക്തിയുടെ ഫൂട്ടേജ് ഉണ്ട്, അയാളുടെ ഫിംഗർ പ്രിന്റ് ഉണ്ട്. തീർച്ചയായിട്ടും ആധാർ കാർഡ് നോക്കിക്കഴിഞ്ഞാൽ ഈ വ്യക്തി ആരാണെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. പോലീസ് ആ പ്രദേശത്തുള്ള അന്ന് രാത്രിയിൽ ആ സമയത്ത് അവിടെ ഉണ്ടായിരുന്ന മുഴുവൻ മൊബൈൽ ഫോണുകളും പരിശോധിക്കുകയാണ്. അതുപോലെ തന്നെ ബോംബെയിലെ മറ്റ് ക്രിമിനൽ ഗാങ്ങുകളുമായിട്ടും ഈ ഫോട്ടോ വെച്ചിട്ട് പരിശോധിക്കുന്നു. ഇയാൾ 35-നും 40-നും ഇടയ്ക്ക് പ്രായമുള്ള ഒരു വ്യക്തിയാണെന്നാണ് ഫോട്ടോയിൽ നിന്നും മനസ്സിലാവുന്നത്. തീർച്ചയായിട്ടും. എന്തായാലും നമുക്ക് കാത്തിരിക്കാം മുംബൈ പോലീസ് എന്താണ് ഈ കാര്യത്തെ അന്വേഷിച്ച് കണ്ടെത്തുന്നത് എന്നതിനെക്കുറിച്ച്. നമ്മുടെ സിനിമാ താരങ്ങൾക്കടക്കം സുരക്ഷ കുറവാണ് എന്നാണ് ഈ സംഭവം സൂചിപ്പിക്കുന്നത്. എന്തായാലും എല്ലാവരുടെയും സുരക്ഷ ഉറപ്പുവരുത്തിക്കൊണ്ട് പോലീസ് കുറ്റവാളിയെ എത്രയും പെട്ടെന്ന് കണ്ടുപിടിക്കട്ടെ, അതിലെ ദുരൂഹതകൾ നീക്കട്ടെ.
നമുക്കതിനു വേണ്ടി പ്രതീക്ഷയോടെ കാത്തിരിക്കാം. നന്ദി.